നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളിലൂടെയും ആ യാഥാർത്ഥ്യം വന്നുകൊണ്ടേ ഇരിക്കുന്നു. മൂന്നാമതും പ്രധാനമന്ത്രി എന്ന വാർത്ത സകല ആളുകളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കാണുന്ന സമയത്ത് ചിരിക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ്? ഇത്തരം സകല മാധ്യമങ്ങളുമല്ലായിരുന്നോ റിസൾട്ട് വന്ന സമയം മുതൽ ഇന്ത്യ മുന്നണിയെ അധികാരത്തിലെത്തിക്കാൻ, രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ നിരന്തരം വാർത്ത കൊടുത്തത്? ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന സമയം മുതൽ നമ്മൾ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നിരന്തരം വിളിച്ചു പറഞ്ഞു, നരേന്ദ്രമോദി തന്നെയാണ് മൂന്നാമതും അധികാരത്തിലെത്തുക, വ്യക്തമായ ഭൂരിപക്ഷമുണ്ട് എന്നൊക്കെ ആ സമയത്ത് നമ്മൾ എടുത്തു പറഞ്ഞതാണ്. സത്യപ്രതിജ്ഞ വരുന്ന ദിവസം സകല മാധ്യമങ്ങളും യാഥാർത്ഥ്യം പറയേണ്ട ഗതികെട്ട അവസ്ഥയിലെത്തും. അന്ന് നിങ്ങൾ പൊട്ടിക്കരഞ്ഞ് സകല കരച്ചിലും ഉള്ളിലൊതുക്കിയിട്ട് ആ യാഥാർത്ഥ്യം വിളിച്ചു പറയണമെന്ന് ആ ഗതികെട്ട അവസ്ഥയിലാണ് നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളും. മൂന്നാമതും നരേന്ദ്രമോദി എന്നുള്ളത് അവർ ഗതികെട്ട് അംഗീകരിച്ചുകൊണ്ട് വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മുടെ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്ന് ഉച്ച സമയത്ത് പോലും സുരേഷ് ഗോപി വ്യക്തമായിട്ട് കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തിൻ്റെതായ താല്പര്യമില്ലായ്മയല്ല, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് കുറച്ച് മുന്നോട്ട് കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഡൽഹിക്ക് പോയിട്ടില്ലായിരുന്നു. ആ സമയത്ത് നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയാണ് ഈ തവണ കേന്ദ്രം സുരേഷ് ഗോപിയെ പരിഗണിക്കുന്നില്ല എന്നൊക്കെ. ഈ യാഥാർത്ഥ്യം എന്താണെന്ന് ഇവിടുത്തെ സകല മാധ്യമങ്ങൾക്കറിയാം. എന്നിട്ടും അത്തരത്തിലായിരുന്നു വാർത്ത കൊടുത്തത്. പിന്നീട് സുരേഷ് ഗോപിയെ ഡൽഹിക്ക് വിളിപ്പിക്കുന്നു. പിന്നെ സകല മാധ്യമങ്ങളിലും വാർത്ത വരുന്നു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിലേക്ക്. പിന്നീട് സുരേഷ് ഗോപി നല്ല മനുഷ്യനാണ്, വലിയ ആവേശത്തിലാണ് സകല ആളുകളും വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെയൊക്കെ ഒരു ഗതികേട്. ഇതേ മാധ്യമങ്ങളല്ലേ ഇദ്ദേഹത്തിനെതിരെ പെണ്ണ് കേസ് വരെ ഏർപ്പെടുത്തി ആ ഒരു തട്ടിപ്പ് കേസുമായിട്ട് രംഗത്തെത്തിയത്? അതുമായി ബന്ധപ്പെട്ട് സകല മാധ്യമങ്ങളും ഇവിടെ ചർച്ച ചെയ്തില്ലേ? ഈ ഇലക്ഷന്, ഈ തിരഞ്ഞെടുപ്പ് റിസൾട്ടൊക്കെ വരുന്നതിന്, ഇലക്ഷൻ്റെയൊക്കെ ഒരു സമയത്ത് സുരേഷ് ഗോപി എത്രത്തോളം നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും വേട്ടയാടി. ഇപ്പോൾ സകല ആളുകളും നല്ല മനുഷ്യനാണ്, മതേതരവാദിയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യസന്ധമായി പറഞ്ഞാൽ വളരെയേറെ സന്തോഷമുണ്ട്. നിങ്ങൾ ഇനിയെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുണ്ടല്ലോ. ജനങ്ങളത് അംഗീകരിച്ചത്, ജനങ്ങളുടെ വിധി ഇപ്പൊ മാധ്യമങ്ങളും അംഗീകരിക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഈ മാധ്യമങ്ങളെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, സകല മാധ്യമങ്ങളും പരമാവധി വാർത്ത കൊടുക്കുന്നത് BJP വോട്ടുകൾ മാത്രം കിട്ടിയിട്ടല്ല സുരേഷ് ഗോപി വിജയിച്ചത് എന്ന്. ഇതിനെതിരെ ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇവർ മാധ്യമങ്ങൾ തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപിക്ക് BJP വോട്ടുകൾ മാത്രമല്ല കിട്ടിയത് എന്ന്. അല്ല, കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസ്സുകാരുടെ മാത്രം വോട്ട് കിട്ടിയാണ് വിജയിച്ചത്? അല്ല, CPM LDF സ്ഥാനാർത്ഥി LDFകാരുടെ അല്ലെങ്കിൽ CPMന്റെ വോട്ട് മാത്രം കിട്ടിയിട്ടാണ് വിജയിച്ചത്? ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്, സകല ആളുകൾക്കും അറിയാം. ഒരുപാട് നിഷ്പക്ഷരായിട്ടുള്ള ആളുകളുടെ വോട്ടും പാർട്ടി വോട്ടും സകലതും കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ ഒരു വിജയം എന്നുള്ളതൊക്കെ തന്നെ. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾക്കൊരു അജണ്ടയുണ്ട്. ഇത് BJPയുടെ വിജയമല്ല, മറിച്ചൊരു നടന്റെ വിജയമാണ്, നല്ല വ്യക്തിയുടെ വിജയമാണ് എന്നൊക്കെ വരുത്തി തീർക്കണമല്ലോ. അല്ല, ഒരു നടനെ LDFും നിർത്തിയിട്ടില്ലായിരുന്നോ? അദ്ദേഹം പരാജയപ്പെട്ടതല്ലേ? ഇതൊക്കെ കേരളത്തിലെ സകല ആളുകൾക്കും അറിയാം. ഇനിയെങ്കിലും നിങ്ങളുടെ മാധ്യമ അജണ്ടയൊക്കെ ആയിട്ട് വരാതിരിക്കുന്നതാണ് സകല മാധ്യമങ്ങൾക്കും നല്ലത്. കാരണം ബഹുഭൂരിപക്ഷം സുബോധമുള്ള ആളുകളും കേരളത്തിലെ സുബോധമുള്ള സകല ജനങ്ങളും ഇവിടെയുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങളെ അവഗണിച്ചു തുടങ്ങി എന്നുള്ള ഗൗരവകരമായിട്ടുള്ള വിഷയമൊക്കെ മാധ്യമങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. ഇനി ഇതേ മാധ്യമങ്ങൾ നമ്മുടെ കേരളത്തിൽ വലിയൊരു വാർത്ത പടച്ചു വിടുന്നത് പോലെ നിരന്തരം കൊടുത്തോണ്ടിരുന്നു. ഈ പറയുന്ന ചന്ദ്രബാബു നായിഡുവിന് സ്പീക്കർ സ്ഥാനം വേണം, നിതീഷ് കുമാറിനെ ഉപപ്രധാനമന്ത്രിയാക്കണം, എന്നാലൊക്കെ മുന്നോട്ട് നരേന്ദ്രമോദി സർക്കാർ പോവൂ, NDA സർക്കാർ പോവൂ എന്നൊക്കെ നിരന്തരം വിളിച്ചു പറഞ്ഞു. ഒരു സ്പീക്കറും ഒരു ഉപപ്രധാനമന്ത്രിയും ഒരാൾക്കും കൊടുത്തിട്ടില്ല.
ഒരു മുന്നണിയിലെ ഒരാൾക്കും വിട്ടുകൊടുത്തിട്ടില്ല. പ്രധാനപ്പെട്ട പദവികളൊക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകൾ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ എത്ര വാർത്ത കൊടുത്ത് ഇവിടെയുള്ള സകല ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും സ്പീക്കർ കൊടുക്കും, ഉപപ്രധാനമന്ത്രി കൊടുക്കും, സകലതും കൊടുക്കും, ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് സകല ആളുകളും ഈ ഒരു സമയത്തെങ്കിലും തിരിച്ചറിയുക. വളരെ കരുത്തോടെ നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ ഭാരതത്തിൽ മുന്നോട്ട്